السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് പറയാൻ പോകുന്ന സഹാബി, അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് അബൂ ഹുദൈഫ ബിൻ ഉത്ബ എന്നാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബൂ ഹുസൈഫ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹുഷൈം അല്ലെങ്കിൽ ഹാഷിം അല്ലെങ്കിൽ ഖൈസ്, ഹിസൽ, മിക്സം എന്നൊക്കെ വിവരിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഉമ്മെ സഫ്വാൻ ആയിരുന്നു. അവരുടെ പേര് ഫാത്തിമ ബിൻത് സഫ്വാൻ എന്നായിരുന്നു. അദ്ദേഹം ആജാനബാഹുവും ഉയരം കൂടിയ ആളും നല്ല ഭംഗിയുള്ള മുഖത്തിന്റെ ഉടമസ്ഥനും ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർക്കമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിൽ പ്രവേശിച്ചിരുന്നു. പ്രാരംഭഘട്ടത്തിൽ വിശ്വസിച്ച ആളുകളിൽപ്പെട്ട ആളായിരുന്നു. അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അബു ഹുസൈഫ ബിൻ ഉത്ബ ആയിരുന്നു. അദ്ദേഹം ബനു ഉമയ്യയിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഉത്ബ ബിൻ റബീഅ എന്നായിരുന്നു. ഖുറൈശികളുടെ നേതാക്കളിൽപ്പെട്ട ആളായിരുന്നു. അബു ഹുസൈഫ യമാമ യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായി. ഹസ്രത്ത് അബൂബക്കറിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുസൈലിമ കസാബുമായി നടന്ന യുദ്ധത്തിൽ ഹസ്രത്ത് അബൂ ഹുസൈഫ ഹബ്ഷയിലേക്ക് 2 ഹിജ്റത്തുകളിലും പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഹസ്രത്ത് സഹല ബിൻത് സുഹൈൽ അദ്ദേഹത്തോടൊപ്പം ഹിജ്റത്തിൽ ഉണ്ടായിരുന്നു. ഹബ്ഷയിലേക്കുള്ള ഹിജ്റത്തിനെ കുറിച്ച് മുമ്പും സഹാബാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നൊക്കെ. ഇവിടെയും ചുരുങ്ങിയ നിലയിൽ അതിനെക്കുറിച്ച് വിവരിക്കാം. വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സമർപ്പിച്ചിട്ടുള്ള ചുരുങ്ങിയ കാര്യം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ ചുരുങ്ങിയ നിലയിൽ ഞാൻ വിവരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏതാനും ചില കാര്യങ്ങൾ വിവരിക്കുന്നതാണ്. അദ്ദേഹം എഴുതുന്നു, മുസ്ലിങ്ങളുടെ പ്രയാസം അതിന്റെ പാരമ്യത്തിലെത്തിയപ്പോൾ, ഖുറൈശികളുടെ പീഡനം കൂടുതൽ വർദ്ധിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്യുക. ഹബ്ഷയിലെ രാജാവ് വളരെ നീതിമാനും ന്യായം ഇഷ്ടപ്പെടുന്ന ആളും ആണ് എന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭരണത്തിനു കീഴിൽ ആരുടെ മേലും അക്രമം ഉണ്ടാവുകയില്ല എന്നും പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഹബ്ഷ വളരെ ദൃഢമായ ഒരു ക്രിസ്തീയ ഭരണകൂടമായിരുന്നു. അവിടുത്തെ രാജാവ് നജ്ജാഷി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഹബ്ഷയോട് അറബികൾക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു.
അന്നത്തെ നജ്ജാഷിയുടെ പേര്. ഹിജ്റത്ത് പോയ സമയത്ത് ആ രാജാവിന്റെ സ്വന്തം പേര് അസ്അമ എന്നായിരുന്നു. അദ്ദേഹം വളരെ നീതിമാനായ, ശക്തനായ, ആദരണീയനായ ഒരു രാജാവായിരുന്നു. ഏതായിരുന്നാലും മുസ്ലിങ്ങളുടെ പ്രയാസം അതിന്റെ പാരമ്യതയിലെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, ആർക്കൊക്കെയാണോ സാധിക്കുന്നത് അവര് ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്യുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് റജബ് മാസത്തിൽ നബവി 5-ൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്യുകയുണ്ടായി. അതിൽ വളരെ പ്രസിദ്ധരായ ആളുകളുടെ പേരുകൾ ഇപ്രകാരമാണ്: ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ റുഖയ്യ ബിൻത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ബിൻ അവാം, അബു ഹുസൈഫ ബിൻ ഉത്ബ. അദ്ദേഹത്തിന്റെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും ആദ്യത്തെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ മഅ്ദൂൻ, മുസ്അബ് ബിൻ ഉമൈർ, അബു സൽമ ബിൻ അബ്ദുൽ അസദ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മ സൽമ. ഹസ്രത്ത് മിയാ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഇത് വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ്. ഈ പ്രാരംഭ മുഹാജിറുകളിൽ കൂടുതൽ എണ്ണവും അത്തരക്കാരായിരുന്നു. ആരാണോ ഖുറൈശികളുടെ ശക്തരായ ഗോത്രങ്ങളുമായി ബന്ധമുണ്ടായിരുന്നത്. ബലഹീനരായ ആളുകൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നു. ഒന്ന്, ശക്തരായ ഗോത്രങ്ങളുമായി ബന്ധമുള്ള ആളുകൾ പോലും ഖുറൈശികളുടെ അക്രമത്തിൽ നിന്ന് സുരക്ഷിതരായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, ബലഹീനരായിട്ടുള്ള ആളുകൾ, ഉദാഹരണത്തിന് അടിമകളും മറ്റും, ആ സമയത്ത് ഇത്രമാത്രം ബലഹീനരും നിരാലംബരും ആയിരുന്നു. അവർക്ക് ഹിജ്റത്ത് ചെയ്യാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. ഈ മുഹാജിരിങ്ങൾ ദക്ഷിണഭാഗത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് ഷൈബയിൽ എത്തിയപ്പോൾ അത് ആ കാലഘട്ടത്തിൽ അറബികളുടെ ഒരു തുറമുഖമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്കുണ്ടായി. അവിടെ ഒരു കച്ചവട കപ്പൽ അവർക്ക് ലഭിക്കുകയുണ്ടായി. അത് ഹബ്ഷയിലേക്ക് പോകാൻ വേണ്ടി പൂർണ്ണമായും തയ്യാറായി നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ അതിൽ യാത്രയായി ഹബ്ഷയിലെത്തി. മുസ്ലിങ്ങൾക്ക് വളരെ സമാധാനത്തിന്റെ ജീവിതം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അവര് അള്ളാഹുവിന്റെ പേരിൽ ഖുറൈശികളുടെ അക്രമത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്, ഈ മുഹാജിരിങ്ങൾ ഹബ്ഷയിൽ പോയി അധികം കാലം കഴിഞ്ഞിരുന്നില്ല. ഒരു കിംവദന്തി പരന്നവരിലേക്ക് എത്തി, എല്ലാ ഖുറൈശികളും മുസ്ലിങ്ങളായി എന്ന്. ഇപ്പോൾ മക്കയിൽ പൂർണ്ണ സമാധാനമാണുള്ളത്. ഈ വാർത്തയുടെ ഫലമായി അധിക മുഹാജിരിങ്ങളും മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ തിരിച്ചു വരികയുണ്ടായി. ഈ കിംവദന്തിയെക്കുറിച്ച് ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് കുറച്ച് വെളിച്ചം വീശിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വ്യാപിച്ചത്, പരന്നത്, ഇതിനുള്ള കാരണം എന്തായിരുന്നു ഈ കിംവദന്തിക്ക്? അദ്ദേഹം പറയുന്നു, അദ്ദേഹം എഴുതുകയാണ്, വിവിധ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കിംവദന്തി, ഈ വാർത്ത തികച്ചും കളവും അടിസ്ഥാനരഹിതവുമായിരുന്നു. ഇത് ഹബ്ഷയിലെ മുഹാജിരിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനോ അവരെ പ്രയാസപ്പെടുത്താനോ ഖുറൈശികൾ പടർത്തിയതായിരിക്കും. ഏതായിരുന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഈ കിംവദന്തിയും മുഹാജിറുകളുടെ തിരിച്ചുവരവും അടിസ്ഥാനരഹിതമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഇവർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അഥവാ ഇതിനെ ശരിയായി മനസ്സിലാക്കുകയാണ് എങ്കിൽ പോലും ഇതിന്റെ താഴെ ആ ഒരു സംഭവം ഉണ്ടായിരിക്കാം. അത് ചില ഹദീസുകളിൽ നിവേദനം ചെയ്യപ്പെട്ട് കിടക്കുന്നു. അത് ബുഖാരിയിലും വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ മുറ്റത്ത് നിന്ന് സൂറത്തുൻ നജമിന്റെ ആയത്തുകൾ തിലാവത്ത് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരുപാട് നിഷേധികളുടെ നേതാക്കന്മാരും ഉണ്ടായിരുന്നു, ചില മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഓതി പൂർത്തിയാക്കിയപ്പോൾ അവിടുന്ന് സുജൂദ് ചെയ്യുകയുണ്ടായി. സൂറത്തുൻ നജം ഓതിയതിനു ശേഷം അങ്ങയോടൊപ്പം തന്നെ എല്ലാ മുസ്ലിങ്ങളും നിഷേധികളും സുജൂദ് ചെയ്യുകയുണ്ടായി. നിഷേധികൾ സുജൂദ് ചെയ്യാനുള്ള കാരണം എന്താണ് എന്ന് ഹദീസിൽ വിവരിച്ചിട്ടില്ല. എന്നാൽ അറിയാൻ സാധിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വാധീന ശക്തിയുള്ള ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിയപ്പോൾ ആ ആയത്തുകളും അത്തരത്തിലുള്ളതായിരുന്നു. അതിൽ പ്രത്യേകമായ നിലയിൽ അള്ളാഹുവിന്റെ തൗഹീദ്, അവന്റെ ശക്തി പ്രഭാവം, അവന്റെ ശക്തി,
അത് വളരെ വിശാലമായി സാഹിത്യ സമ്പുഷ്ടിയോടുകൂടി വിവരിച്ചിരുന്നു. അവന്റെ ഔദാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിരുന്നു. പിന്നീട് വളരെ പ്രൗഢഗംഭീരമായ വാക്കുകളിൽ ഖുറൈശികളെ താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. അഥവാ അവരുടെ കുഴപ്പങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നില്ല എങ്കിൽ അവർക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് സംഭവിച്ചത് തന്നെയായിരിക്കും അവർക്കുണ്ടാവുക. ആരാണോ അള്ളാഹുവിന്റെ ദൂതന്മാരെ വ്യാജമാക്കി തള്ളിയത്. പിന്നീട് ഇതിന്റെ അവസാനത്തിൽ വരൂ, ഈ ഒരു കൽപ്പനയും നൽകിയിരുന്നു, വരൂ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുക. ഈ ആയത്ത് ഓതിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മുസ്ലിങ്ങളും ഒന്നിച്ച് സുജൂദിൽ വീഴുകയുണ്ടായി. ഈ വചനങ്ങളും ഈ ദൃശ്യവും ഈ വിധത്തിലുള്ള ഒരു ഐന്ദ്രജാലിക സ്വാധീനം ഖുറൈശികളുടെ മേലുണ്ടാക്കി. അവരിൽ ഒരു ഭയം ഉണ്ടായി. അവരും അനിയന്ത്രിതമായ മുസ്ലിങ്ങളോടൊപ്പം സുജൂദിൽ വീഴുകയുണ്ടായി. ഹദ്റത്ത് മിയാ ബഷീർ അഹ്മദ് സാഹിബ് ഇതൊരു അത്ഭുതപ്പെടുന്ന കാര്യമല്ല. കാരണം അത്തരം അവസരങ്ങളിൽ, അത്തരം സാഹചര്യങ്ങൾ കീഴിൽ ചില സമയത്ത് മനുഷ്യന്റെ ഹൃദയം ഭയചകിതമായി പോകുന്നു. എന്നിട്ട് അനിയന്ത്രിതമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ അവരുടെ തത്വത്തിനും മതത്തിനും വിരുദ്ധമായിട്ടുള്ളതായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് വളരെ പ്രയാസകരമായ ബുദ്ധിമുട്ടുള്ള ഒരു ആപത്ത് വരുമ്പോൾ ഒരു നിരീശ്വരവാദിയും അല്ലാ അല്ലാ എന്നോ രാം രാം എന്നോ പറയാൻ തുടങ്ങുന്നു. ഖുറൈശികൾ നിരീശ്വരവാദികളായിരുന്നില്ല, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നവരായിരുന്നു. ബിംബങ്ങളെ പങ്കാളികളായി പറഞ്ഞിരുന്നു. ഈ കാലത്ത് നമ്മൾ കാണുന്നു, ചില നിരീശ്വരവാദികളോട് സംസാരിക്കുമ്പോൾ, അവരോട് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വായിലോ ആ ദൈവത്തിന്റെ പേര് വരുമോ എന്ന് പറയുമ്പോൾ അവർ അംഗീകരിക്കുന്നു. ഏതായിരുന്നാലും ഈ സൂറത്ത് ചൊല്ലിയതിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. ഈ സൂറത്തിന്റെ വാക്കുകളുടെയും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ കർമ്മത്തിന്റെയും ആ നിഷേധികളുടെ നേതാക്കന്മാരും സുജൂദിൽ വീഴുകയുണ്ടായി. ഏതായിരുന്നാലും മുസ്ലിങ്ങളുടെ ജമാഅത്ത് ഒന്നിച്ച് സുജൂദിൽ വീണത് ഈ വിധത്തിലുള്ള ഐന്ദ്രജാലികമായ സ്വാധീനം അവരുടെ ഉണ്ടാക്കി. ഖുറൈശികളും അനിയന്ത്രിതമായ സുജൂദിൽ വീഴുകയുണ്ടായി. എന്നാൽ അത്തരത്തിലുള്ള സ്വാധീനം നൈമിഷികം മാത്രമായിരിക്കും. മനുഷ്യൻ പെട്ടെന്ന് തന്നെ തന്റെ പഴയ കാലാവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ നിഷേധികളും അവരുടെ ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചു പോവുകയും അവരുടെ പഴയ അവസ്ഥ തന്നെ ആയിത്തീരുകയും ചെയ്തു. ഏതായിരുന്നാലും ഇതൊരു സംഭവമാണ്. ശരിയായ ഹദീസുകളിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ബുഖാരിയിലും ഉണ്ട്. ഹബ്ഷയിലെ മുഹാജിരിങ്ങൾ തിരിച്ചു വന്ന വാർത്ത ശരിയാണ് എങ്കിൽ അറിയാൻ സാധിക്കുന്നു, ഈ സംഭവത്തിന് ശേഷം ഖുറൈശികൾ ഹബ്ഷയിലെ മുഹാജിരിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവർ അസ്വസ്ഥരായിരുന്നു. എന്തിനാണ് ഇവർ പോയത്? ഞങ്ങളുടെ കൈകളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ഈ ഒരു തങ്ങളുടെ പ്രവർത്തനത്തെ ഒരു മറയാക്കിക്കൊണ്ട് സ്വയം ഈ ഒരു കിംവദന്തി ഉണ്ടാക്കി, ഖുറൈശികളെല്ലാവരും തന്നെ മുസ്ലിങ്ങളായി എന്ന്. അങ്ങനെ മക്കയിൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനമാണ്. ഈ കിംവദന്തി ഹബ്ഷയിലെ മുഹാജിരിങ്ങളിൽ എത്തിയപ്പോൾ അവർ പ്രകൃതിപരമായി തന്നെ അത് കേട്ട് വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ കേട്ട ഉടനെ തന്നെ സന്തോഷത്തിന്റെ ആവേശം കൊണ്ട് തിരിച്ചു വരികയുണ്ടായി, ഒന്നും ചിന്തിക്കാതെ. എന്നാൽ മക്കൾക്ക് സമീപം എത്തിയപ്പോൾ അവർക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചു. യഥാർത്ഥ കാര്യം അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. അതിനുശേഷം അവർ ചിലർ രഹസ്യമായിക്കൊണ്ടും ചില സ്വാധീനമുള്ള ശക്തിയുള്ള ഖുറൈശി നേതാക്കന്മാരുടെ സംരക്ഷണത്തിലായിക്കൊണ്ടും മക്കയിൽ വന്നു. ചിലർ തിരിച്ചു പോവുകയും ചെയ്തു. ഖുറൈശികൾ മുസ്ലിങ്ങളായി എന്നുള്ള ആ കിംവദന്തി എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രമാണ്. സൂറത്തു നജം തിലാവത്ത് ചെയ്ത സുജൂദിൽ എന്താണ് വിവരിച്ചത്? ഏതായിരുന്നാലും അള്ളാഹുവിന് മാത്രമേ ഇത് നന്നായി അറിയുകയുള്ളൂ. ഏതായിരുന്നാലും ഹബ്ഷയിലെ മുഹാജിരിങ്ങൾ തിരിച്ചു വന്നിരുന്നു എങ്കിൽ തന്നെ അതിൽ അധിക പേരും വീണ്ടും തിരിച്ചു പോവുകയുണ്ടായി. കാരണം ഖുറൈശികളുടെ പീഡനവും മർദ്ദനവും ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവരുടെ അക്രമം ഓരോ ദിവസവും കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മറ്റു മുസ്ലിങ്ങളും രഹസ്യമായിക്കൊണ്ട് ഹിജ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുണ്ടായി. അവസരം ലഭിക്കുമ്പോൾ മെല്ലെ മെല്ലെ അവരും പുറത്തുപോയിക്കൊണ്ടിരുന്നു. ഈ ഹിജ്റത്തിന്റെ പരമ്പര ഇപ്രകാരം ആരംഭിച്ചു. അവസാനം ആ ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്ത മുഹാജിരിങ്ങളുടെ എണ്ണം 100 വരെ എത്തുകയുണ്ടായി. അതിൽ 18 സ്ത്രീകളായിരുന്നു.
മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രം ബാക്കിയായി. ഈ ഹിജ്റത്തിനെ ചില ചരിത്രകാരന്മാർ ഹിജ്റത്തെ ഹബ്ഷ സാനിയ എന്ന പേരിൽ വിളിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഹിജ്റത്തായിരുന്നു, പിന്നീട് മറ്റുള്ള ആളുകൾ പോയത്. ഇതുപോലെ പിന്നീട് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യാനുള്ള അനുവാദം ലഭിച്ചപ്പോൾ അബൂ ഹുസൈഫ, ഹദ്റത്ത് സാലിം, ഇദ്ദേഹത്തിന്റെ സ്വതന്ത്രനാക്കിയ അടിമയായിരുന്നു. രണ്ടുപേരും മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു. ആദ്യം ഇവര് ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്തു, പിന്നീട് തിരിച്ചു വന്നു. പിന്നീട് രണ്ടാമത്തെ ഹിജ്റത്ത് ഇവര് മദീനയിലേക്ക് നടത്തുകയുണ്ടായി. അവിടെ ഇവർ രണ്ടുപേരും ഹസ്രത്ത് അബ്ബാദ് ബിൻ ബഷറിന്റെ അവിടെ താമസിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് അബൂ ഹുസൈഫ, ഹസ്രത്ത് അബ്ബാദ് ബിൻ ബഷർ ഇവർക്കിടയിൽ സഹോദര ബന്ധം സ്ഥാപിക്കുകയുണ്ടായി. പരസ്പരം സഹോദരന്മാരായി നിശ്ചയിക്കുകയുണ്ടായി. ഹസ്രത്ത് അബൂ ഹുസൈഫ സെരിയ അബ്ദുല്ലാ ബിൻ ജഹഷിന്റെ സൈന്യ സംഘത്തിലും ഉൾപ്പെട്ടിരുന്നു. അബ്ദുല്ലാ ബിൻ ജഹഷിന്റെ ഈ സൈനിക സംഘത്തെക്കുറിച്ചുള്ള വിശദീകരണം, അതിന്റെ പശ്ചാത്തലം എന്നിവയുടെ വിശദീകരണം സിറത്ത് ഖാത്തമുൻ നബിയിൽ നിന്ന് സമർപ്പിക്കാം. മക്കയിലെ ഒരു തലവൻ കുർസ് ബിൻ ജാബിർ ബിൻ ഖൈരി ഖുറൈശികളുടെ ഒരു സംഘത്തോടൊപ്പം വന്ന് അങ്ങേയറ്റം ബുദ്ധികൂർമ്മതയോടുകൂടി മദീനയിലെ മൃഗങ്ങളെ മേക്കുന്ന സ്ഥലത്ത്, അത് നഗരത്തിൽ നിന്ന് 3 മൈൽ ദൂരത്തിലായിരുന്നു, അവിചാരിതമായി ആക്രമണം നടത്തുകയും മുസ്ലിങ്ങളുടെ ഒട്ടകത്തെയും മറ്റും കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ ഉടനെ തന്നെ അവിടുന്ന് തനിക്ക് പിന്നിൽ സയ്യിദ് ബിൻ ഹാരിസയെ അമീറായി നിശ്ചയിച്ച് മുഹാജിരിങ്ങളുടെ ഒരു സംഘത്തെയും കൂട്ടി അയാളെ പിന്തുടരുന്നതിനായി പുറപ്പെട്ടു. ബദറിന് സമീപമുള്ള സഫ്വാൻ വരെ അയാളെ പിന്തുടർന്നു. എന്നാൽ അയാൾ രക്ഷപ്പെട്ടു. ഈ യുദ്ധത്തെ 1-ാം ബദർ യുദ്ധം എന്നും വിളിക്കാറുണ്ട്. പിന്നീട് എഴുതുന്നു, കുർസ് ബിൻ ജാബിറിന്റെ ഈ ആക്രമം ഒരു നിസ്സാരമായ കാട്ടറബിയുടെ കൊള്ളയടി ആയിരുന്നില്ല. ഏതെങ്കിലും ഒരു കാട്ടറബി വന്ന് ആക്രമിച്ചു എന്നതായിരുന്നില്ല. അജ്ഞതയിൽ കേവലം മോഷണത്തിനും കൊള്ളയ്ക്കും വേണ്ടി നടത്തിയതായിരുന്നില്ല. മറിച്ച് നിശ്ചയമായും അയാൾ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് മുസ്ലിങ്ങൾക്കെതിരിൽ പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിരുന്നത്. എന്നല്ല, ഒരുപക്ഷെ തീർച്ചയായും സാധ്യതയുണ്ട് അയാളുടെ ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്തിത്വത്തിന് നഷ്ടമുണ്ടാക്കുക എന്നതായിരിക്കും. എന്നാൽ മുസ്ലിങ്ങൾ ശ്രദ്ധാലുക്കളാണ് എന്ന് കണ്ടുകൊണ്ട് അവരുടെ ഒട്ടകത്തിനുമേൽ കൈകഴുകി അയാൾ രക്ഷപ്പെട്ടു. ഇതിൽ നിന്ന് ഇതുകൂടി അറിയാൻ സാധിക്കുന്നു, മക്കയിലെ ഖുറൈശികൾ ഈ ഉദ്ദേശം വെച്ചു പുലർത്തിയിരുന്നു: മദീനയിൽ ഒളിയാക്രമണം നടത്തി മുസ്ലിങ്ങളെ നശിപ്പിച്ചു കളയാം. കുർസ് ബിൻ ജാബിറിന്റെ പെട്ടെന്നുള്ള ആക്രമണം പ്രകൃതിപരമായി തന്നെ മുസ്ലിങ്ങളെ വളരെയധികം ഭയപ്പെടുത്തി. കാരണം ഖുറൈശികളുടെ നേതാക്കന്മാരുടെ ഭീഷണി മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മദീനയെ ആക്രമിക്കും, അങ്ങനെ ആക്രമിച്ച് മുസ്ലിങ്ങളെ നശിപ്പിക്കുന്നതായിരിക്കും. മുസ്ലിങ്ങൾ വളരെയധികം വ്യാകുലചിത്തരായി. ഈ അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു, ഖുറൈശികളുടെ അനക്കമടക്കങ്ങൾ അടുത്തുനിന്ന് വീക്ഷിച്ചുകൊണ്ട് അറിയുന്നതിന് വേണ്ടി അറിവ് നേടുക, അവരുടെ തന്ത്രങ്ങൾ എന്താണ്, അവരുടെ ആസൂത്രണങ്ങൾ എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നറിയുക. അത് നോക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപായം എടുക്കുക. വളരെ അടുത്തുനിന്ന് തന്നെ അവരെക്കുറിച്ചുള്ള അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സമയത്ത് തന്നെ അറിവ് ലഭിക്കുന്നതിനും മദീനയുടെ മേൽ എല്ലാ തരത്തിലുള്ള ആക്രമണത്തിന്റെയും അപകടങ്ങളിൽ നിന്ന് അതിനെ സുരക്ഷിതമാക്കി വെക്കുന്നതിനും വേണ്ടി. അങ്ങനെ ഈ ഉദ്ദേശത്തിനായി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 പ്രഗത്ഭരായ മുഹാജിരിങ്ങളുടെ ഒരു സംഘം തയ്യാറാക്കി. ഉപായം എന്ന നിലയിൽ സംഘത്തിൽ അത്തരം ആളുകളെ ഉൾപ്പെടുത്തി. അവർ ഖുറൈശികളുടെ വിവിധ ഗോത്രങ്ങളുമായി ബന്ധം ഉള്ള ആളുകളായിരുന്നു. അങ്ങനെ ഖുറൈശികളുടെ രഹസ്യ ഉദ്ദേശങ്ങളെക്കുറിച്ച് വാർത്ത നേടാൻ എളുപ്പമായിരിക്കും.
സംഘത്തിൽ അവിടുന്ന് തന്റെ അമ്മായിയുടെ ഭാഗത്തു നിന്നുള്ള സഹോദരൻ ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജഹഷിനെ അമീറായി നിശ്ചയിച്ചു. ആ സംഘത്തിൽ ഈ ഹുദൈഫ ബിൻ ഉത്ബയും ഉണ്ടായിരുന്നു. ഈ സംഘത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം പൊതു മുസ്ലിങ്ങളിൽ നിന്ന് രഹസ്യമാക്കി വെക്കുന്നതിനും ആരും അറിയാതിരിക്കുന്നതിനു വേണ്ടിയും അവിടുന്ന് ഈ സംഘം പുറപ്പെട്ടപ്പോൾ ഈ സംഘത്തിന്റെ അമീറിനോട് പോലും പറഞ്ഞില്ല നിങ്ങളെ എങ്ങോട്ടാണ്, ഏതുദ്ദേശത്തിനു വേണ്ടിയാണ് അയക്കുന്നത്. മറിച്ച് പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു സീൽ വെച്ച കത്ത് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിങ്ങൾക്കുള്ള നിർദ്ദേശമുണ്ട്. നിങ്ങൾ മദീനയിൽ നിന്ന് ദിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആ ഭാഗത്തേക്ക് 2 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് ഈ കത്ത് തുറന്ന് അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, കത്തിലുള്ള നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും തങ്ങളുടെ യജമാനന്റെ കൽപ്പന അനുസരിച്ച് പുറപ്പെട്ടു. 2 ദിവസത്തെ യാത്ര പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അബ്ദുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് കത്ത് തുറന്നു നോക്കി. അതിൽ ഈ വാക്കുകൾ എഴുതിയിരുന്നു: നിങ്ങൾ മക്കക്കും തായിഫിനും ഇടയിൽ നഖ്ല താഴ്വരയിൽ ചെല്ലുകയും അവിടെ ചെന്ന് ഖുറൈശികളുടെ അവസ്ഥകൾ നോക്കുകയും എന്നിട്ട് ഞങ്ങൾക്ക് അറിവ് നൽകുകയും ചെയ്യുക. കാരണം മക്കയിൽ നിന്ന് ഇത്ര അടുത്തുപോയി വാർത്ത നേടുക എന്നത് വളരെ അപകടം നിറഞ്ഞ ജോലിയായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് കത്തിന് താഴെ ഇതുകൂടി എഴുതിയിരുന്നു: ഈ മിഷനെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം അഥവാ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഈ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിസമ്മതിക്കുകയാണെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വിസമ്മതം ഉണ്ടെങ്കിൽ, അയാൾ തിരിച്ച് പോരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് തിരിച്ചു വരാനുള്ള അനുവാദമുണ്ട്. അബ്ദുള്ള അങ്ങയുടെ നിർദ്ദേശം തന്റെ സുഹൃത്തുക്കളെ കേൾപ്പിച്ചു. എല്ലാവരും ഒന്നായിക്കൊണ്ട് തന്നെ സന്തോഷത്തോടുകൂടി ഈ സേവനത്തിനായി തങ്ങളെ സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ഇതിനുശേഷം ഈ സംഘം നഖ്ലയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് സഅദ് ബിൻ അബി വക്കാസ്, ഉത്ബ ബിൻ ഗസ്വാൻ എന്നിവരുടെ ഒട്ടകം കാണാതെ പോയി. അവർ അതിനെ അന്വേഷിച്ചുകൊണ്ട് തങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് വേർപെട്ടുപോയി. വളരെയധികം അന്വേഷിച്ചിട്ടും അവർക്ക് അതിനെ ലഭിച്ചില്ല. ഇപ്പോൾ ഈ പാർട്ടി കേവലം 6 പേരിൽ മാത്രമായി ഒതുങ്ങി. ഈ 6 പേർ മുന്നോട്ട് തങ്ങളുടെ മിഷനായി പുറപ്പെട്ടു. മുസ്ലിങ്ങളുടെ ഒരു ചെറിയ സംഘം നഖ്ലയിൽ എത്തി തങ്ങളുടെ ജോലിയിൽ മുഴുകി. ഇവരിൽ, അതായത് ഈ വാർത്ത നേടാൻ വേണ്ടി പോയവരിൽ മക്കയിൽ നിശ്ചയ ഉദ്ദേശം എന്താണ്, മദീനയെ ആക്രമിക്കാനുള്ള വലിയ ഉദ്ദേശമുണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി അവരുടെ തന്ത്രം ഇപ്പോൾ എന്താണ്. അവരിൽ ചിലർ രഹസ്യം സൂക്ഷിക്കണം എന്നതുകൊണ്ട് തങ്ങളുടെ തലയിലെ മുടിയും എടുത്തു കളഞ്ഞു. കാരണം വഴിയാത്രക്കാരും മറ്റും അവരെ ഉംറ ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണെന്ന് ധരിച്ച് ഒരു വിധത്തിലും സംശയിക്കാതിരിക്കുന്നതിനു വേണ്ടി ഇവരും ഉംറ ചെയ്യാൻ പോവുകയാണ് എന്ന് തോന്നുന്ന വിധം അതിനായി അവർ തങ്ങളുടെ മുടി എടുത്തു കളഞ്ഞിരുന്നു. എന്നാൽ അവർ അവിടെ എത്തി അധികം സമയം കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അവിടെ ഖുറൈശികളുടെ ഒരു ചെറിയ സംഘം വന്നു. അവർ തായിഫിൽ നിന്ന് മക്കയിലേക്ക് പോവുകയായിരുന്നു. 2 സംഘങ്ങളും പരസ്പരം മുന്നിൽ വന്നു. അവർക്കറിയാൻ കഴിഞ്ഞു ഇവർ മുസ്ലിങ്ങളാണ്. അവർ ഇവരുമായി യുദ്ധം ചെയ്യാൻ ഉറച്ചു. പരസ്പരം നേരിടാനായി നിരയായി നിന്നു. മുസ്ലിങ്ങൾ പരസ്പരം അഭിപ്രായം ചോദിച്ചു, ഇപ്പോൾ എന്തു ചെയ്യണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രഹസ്യമായി വാർത്ത അറിയാൻ വേണ്ടിയാണ് അയച്ചത്. എന്നാൽ മറുഭാഗത്ത് ഖുറൈശികളുമായി യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ 2 സംഘങ്ങളും പരസ്പരം മുന്നിലാണ് നിൽക്കുന്നത്. പിന്നീട് പ്രകൃതിപരമായി ഈ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഖുറൈശികളുടെ ഈ സംഘം മുസ്ലിങ്ങളെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വാർത്ത നേടുക എന്നുള്ള കാര്യം രഹസ്യമായി നിൽക്കുകയില്ല. ഒരു പ്രയാസം ഇതുകൂടി ഉണ്ടായിരുന്നു. ചില മുസ്ലിങ്ങളുടെ ചിന്തയായിരുന്നു, ഇത് റജബ് അഥവാ പരിശുദ്ധ മാസത്തിന്റെ അവസാനം ആണ്. അതിൽ അറബികളുടെ പൗരാണിക രീതി അനുസരിച്ച് യുദ്ധം ഉണ്ടാകാൻ പാടില്ല. ചിലർ വിചാരിച്ചു റജബ് കഴിഞ്ഞുപോയിരിക്കുന്നു, ഷഅബാൻ ആരംഭിച്ചിരിക്കുന്നു. ചില റിവായത്തുകളിൽ ഇതാണുള്ളത്. ഈ സംഘം ജമാദിൽ ആഖിറിലാണ് അയച്ചത്. ഈ ദിവസങ്ങൾ ജമാദിയുടേതാണോ റജബിന്റേതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ മറുഭാഗത്ത് നഖ്ല താഴ്വര ഹറമിന്റെ അതിർത്തിയിലായിരുന്നു. ഇത് വളരെ വ്യക്തമായിരുന്നു. അഥവാ ഇന്നൊരു തീരുമാനമെടുത്തില്ല എങ്കിൽ നാളെ ഈ സംഘം
ഹറമിന്റെ പരിധിയിൽ പ്രവേശിക്കും. അതിന്റെ ഹുർമത്ത് ഏതായിരുന്നാലും ഉറപ്പിക്കപ്പെടും. ചുരുക്കത്തിൽ ഈ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച മുസ്ലിങ്ങൾ ഈ തീരുമാനമെടുത്തു: ഈ സംഘത്തെ ആക്രമിച്ച് ഒന്നുകിൽ സംഘക്കാരെ തടവിലാക്കാം, അല്ലെങ്കിൽ അവരെ കൊന്നുകളയാം. അങ്ങനെ അവർ അള്ളാഹുവിന്റെ പേരിൽ ആക്രമിച്ചു. അതിന്റെ ഫലമായി നിഷേധികളുടെ ഒരാൾ, അയാളുടെ പേര് അംർ ബിൻ അൽ ഹസ്റമി എന്നായിരുന്നു, വധിക്കപ്പെട്ടു. 2 പേർ തടവിലാക്കപ്പെട്ടു. എന്നാൽ 4ാമത്തെ വ്യക്തി ഓടി രക്ഷപ്പെടുകയുണ്ടായി. മുസ്ലിങ്ങൾക്ക് അയാളെ പിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ മുസ്ലിങ്ങളുടെ ഈ തന്ത്രം ഇവരെ പിടിക്കാം അല്ലെങ്കിൽ ഇവരെ കൊന്നുകളയാം എന്നുള്ളത് അത് വിജയിച്ചുകൊണ്ട് പരാജയപ്പെടുകയുണ്ടായി. അതിനുശേഷം മുസ്ലിങ്ങൾ സംഘത്തിന്റെ സാധനങ്ങൾ എടുത്തു. ഖുറൈശികളുടെ ഒരാൾ രക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഈ യുദ്ധത്തിന്റെ വാർത്ത പെട്ടെന്ന് തന്നെ മക്കയിലെത്തും. അതുകൊണ്ട് അബ്ദുല്ല ബിൻ ജഹഷും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഗനീമത്ത് സാധനങ്ങളുമായി പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് തിരിച്ചു വന്നു. ഓറിയന്റലിസ്റ്റുകളും ഇതിനെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. നോക്കൂ, ഇവരെ എന്തിനാണ് അയച്ചത്, എന്നിട്ട് സംഘത്തിന് മേലെ ആക്രമണം നടത്തി. അത് തികച്ചും തെറ്റായിരുന്നു. യാഥാർത്ഥ്യം ഇതാണ്: റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ സഹാബാക്കൾ സംഘത്തെ ആക്രമിച്ചു. അവിടുന്ന് കഠിനമായ നീരസം പ്രകടിപ്പിച്ചു. റിവായത്തിൽ വരുന്നു, ഈ സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ ഹാജരായപ്പോൾ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചപ്പോൾ അവിടുന്ന് കഠിനമായ നീരസം പ്രകടിപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവിടുന്ന് ഗനീമത്ത് ധനം സ്വീകരിക്കുന്നത് നിരാകരിച്ചു. ഇതിൽ നിന്ന് ഞാൻ ഒന്നും എടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലായും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വളരെയധികം ലജ്ജിക്കുകയും നാണിക്കുകയും ചെയ്തു. അവർ വിചാരിച്ചു, ഇനി ഞങ്ങൾ അള്ളാഹുവിന്റെയോ അവന്റെ റസൂലിന്റെയും അതൃപ്തി കാരണം നശിച്ചു പോയിരിക്കുന്നു. അവർക്ക് വലിയ ഭയം ഉണ്ടായി. സഹാബാക്കളും വളരെ കഠിനമായി അവരെ പഴി പറഞ്ഞു. മദീനയിലുണ്ടായിരുന്ന സഹാബാക്കളും പറഞ്ഞു, നിങ്ങളോട് എന്തെന്നാണോ കൽപ്പിക്കാതിരുന്ന ആ ജോലി നിങ്ങൾ ചെയ്തു. നിങ്ങൾ പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്തു, നിഷിദ്ധ മാസത്തിൽ യുദ്ധം ചെയ്തു. എന്നാൽ ഈ നിയോഗത്തിൽ നിങ്ങൾക്ക് യുദ്ധത്തിന്റെ യാതൊരു കൽപ്പനയും ഉണ്ടായിരുന്നില്ല. മറുഭാഗത്ത് ഖുറൈശികളും ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. മുസ്ലിങ്ങൾ പരിശുദ്ധ മാസത്തിന്റെ പവിത്രതയെ ലംഘിച്ചിരിക്കുന്നു. കാരണം ഏതൊരാളാണ് വധിക്കപ്പെട്ടത്, അതായത് അംർ ബിൻ അൽ ഹസ്റമി, അയാൾ ഒരു നേതാവ് അയാളായിരുന്നു. അതുപോലെ തന്നെ ഉത്ബ ബിൻ റബിയ മക്കയിലെ നേതാവിന്റെ സഖ്യകക്ഷിയുമായിരുന്നു. അത് കാരണം ഈ സംഭവം ഖുറൈശികളുടെ കോപാഗ്നിയെ വളരെയധികം ജ്വലിപ്പിച്ചു. അവർ മുമ്പത്തേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി മദീനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി. ഏതായിരുന്നാലും ഈ സംഭവത്തിൽ മുസ്ലിങ്ങളും നിഷേധികൾക്കും ഇടയിൽ വളരെയധികം സംസാരമുണ്ടായി. പറഞ്ഞു, നോക്കൂ, പവിത്രമായ മാസത്തിൽ അവർ ആക്രമിച്ചു. മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, സിറത്തുൽ ഖാത്തമുൻ നബീനിൽ അവസാനം താഴെ കൊടുത്തിരിക്കുന്ന ഈ വഹി ഇറങ്ങി മുസ്ലിങ്ങളുടെ സമാധാനത്തിന് കാരണമായി. യസ് അലൂനക അനി ഷഹറിൽ ഹറാമി ഖിതാലിൻ ഫീഹി ഖുൽ ഖിതാലുൻ ഫീഹി കബീർ വസദ്ദുൻ അൻ സബീലില്ലാഹി വകുഫ്റുൻ ബിഹി വൽ മസ്ജിദിൽ ഹറാമി വഇഖ്റാജു അഹ്ലിഹി മിൻ അക്ബറു ഇൻദല്ലാഹി വഫിത്നതു അക്ബറു മിനൽ ഖത്ല് വലാ യസാലൂന യുഖാതിലൂനകും ഹത്താ യറുദ്ദൂകും അൻ ദീനിക്കും ഇനിസ്തിതാഉ. അതായത് ആളുകൾ നിന്നോട് ചോദിക്കുന്നു, പവിത്രമാസത്തിൽ യുദ്ധം ചെയ്യുന്നത് എപ്രകാരമാണ്? അവർക്ക് മറുപടി നൽകുക, പവിത്രമാസത്തിൽ യുദ്ധം ചെയ്യുന്നത് നിശ്ചയമായും വളരെ മോശമായ കാര്യമാണ്. എന്നാൽ പവിത്രമാസത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് ആളുകളെ ഫലമായി തടയുകയും എന്നല്ല, പവിത്രമാസത്തിൽ മസ്ജിദ് ഹറാമിനെ നിഷേധിക്കുക എന്നത്, അതായത് അതിന്റെ പവിത്രതയെ നശിപ്പിക്കുക എന്നത്, ഹറം പ്രദേശത്ത് നിന്ന് അവിടെ താമസിക്കുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് പുറത്താക്കുക, ഏതുപോലെ ഓ മുശ്രിക്കീങ്ങളെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങളെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ പരിശുദ്ധ മാസത്തിൽ യുദ്ധം ചെയ്യുന്നതിനെയുമായി ബന്ധപ്പെട്ട് വളരെ മോശമായതാണ്. നിശ്ചയമായും പവിത്ര മാസത്തിൽ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്നത് അതിനേക്കാൾ മോശമായിട്ടുള്ളതാണ്. ഏതൊന്നാണോ ഫിത്ന
ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ഓ മുസ്ലിങ്ങളെ, നിഷേധികളുടെ അവസ്ഥ ഇതാണ്. അവർ നിങ്ങളുമായിട്ടുള്ള ശത്രുതയിൽ ഇത്രമാത്രം ാണ്. ഒരു സമയത്തും ഒരു സ്ഥലത്തും വെച്ച് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയില്ല. അവർ തങ്ങളുടെ ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കും ഏതുവരെ നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് മാറ്റുന്നില്ലയോ. എന്നാൽ അവർക്കതിനുള്ള ശക്തിയുണ്ടെങ്കിൽ മാത്രം. ചരിത്രത്തിൽ നിന്ന് തെളിയുന്നു, ഇസ്ലാമിനെതിരിൽ ഖുറൈശികളുടെ നേതാക്കന്മാർ അവർ നടത്തിയ രക്തപങ്കിലമായ പ്രോപ്പഗണ്ടുകൾ അത് പരിശുദ്ധ മാസത്തിലും തുടർന്നുകൊണ്ടേയിരുന്നു. പവിത്ര മാസങ്ങൾ എന്ന് പറയപ്പെടുന്നതിലും അവരിത് തുടർന്നിരുന്നു. എന്നല്ല, ഈ മാസങ്ങളിൽ അതിലെ സംഘങ്ങളിൽ നിന്നും യാത്രകളിൽ നിന്നും പ്രയോജനമെടുത്തുകൊണ്ട് തങ്ങളുടെ കുഴപ്പമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ അവർ വേഗത്തിലാക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഒരു ലജ്ജയും ഇല്ലാതെ തങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നതിനു വേണ്ടി ആ പവിത്ര മാസങ്ങളുടെ ക്രമവും തെറ്റിക്കുമായിരുന്നു. അതിനെ അവർ നസി എന്ന് പേരിൽ വിളിക്കുകയും ചെയ്യുമായിരുന്നു. മുസ്ലിങ്ങളോട് മക്ക വിജയം വരെ ഇതേപോലെയാണ് അവർ പെരുമാറിയത്. എന്നല്ല, അതിന്റെ പാരമ്യത്തിലെത്തിച്ചു. അതിർത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് അവിടെ ഒരു വാക്കുപയോഗിക്കുന്നു, അവരതിൽ അതിന്റെ പാരമ്യതയിൽ എത്തിക്കുകയുണ്ടായി. സുല ഹുദൈബയുടെ അവസരത്തിൽ എല്ലാവിധത്തിലുള്ള കരാറുകൾ ഉണ്ടായിരുന്നിട്ടും കുഫാറെ മക്ക ഹറമിന്റെ ഭാഗത്ത് വെച്ച് മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായ ഗോത്രത്തിനെതിരിൽ വാൾ വീശുകയും മുസ്ലിങ്ങളുടെ സംഘത്തിനെതിരിൽ ഹറമിൽ വെച്ചുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുകയും ചെയ്തു. അള്ളാഹു നൽകിയ ഈ മറുപടിയിൽ മുസ്ലിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുക തന്നെ ചെയ്തിരുന്നു. ഖുറൈശികളും അല്പം തണുക്കുകയുണ്ടായി. ഇതിനിടയ്ക്ക് അവരുടെ രണ്ടാളുകൾ തടവുകാരെ മോചിപ്പിക്കുന്നതിന് മദീനയെത്തി. ഈ പോയ മുസ്ലിം സംഘം രണ്ടുപേരെ പിടിച്ചുകൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇതുവരേക്കും സഅദ് ബിൻ അബി വക്കാസും ഉത്ബയും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ഒട്ടകം കാണാതെ പോയിരുന്നു. അവർ ഇതുവരെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ കുറിച്ച് വലിയ ഭീതി ഉണ്ടായിരുന്നു. ഖുറൈശികളുടെ കയ്യിൽ അവർ അകപ്പെടുകയാണെങ്കിൽ അവർ ജീവനോടെ വിടുകയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തിരിച്ചു വരുന്നത് വരെ തടവുകാരെ വിടുന്നത് നിരാകരിക്കുകയുണ്ടായി. നിഷേധികളോട് പറയുകയുണ്ടായി, ഏതുവരെ അവർ തിരിച്ചു വരുന്നില്ല അതുവരെ ഇവരെ വിടുകയില്ല. പറഞ്ഞു, ഞങ്ങളുടെ ആളുകൾ മദീനയിൽ സുരക്ഷിതമായി എത്തിയാൽ നിങ്ങളുടെ ആളുകളെ വിടുന്നതായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും മദീനയിൽ എത്തിയപ്പോൾ തിരിച്ചുവിടുകയും ഫിദിയ നൽകി അവർ തിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ അവരിൽ ഒരാൾ മദീനയിൽ താമസിക്കുന്നതിനിടയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവ ഗുണങ്ങളും ഇസ്ലാമിക അധ്യാപനങ്ങളുടെ സത്യസാക്ഷ്യവും അതിന്റെ സ്വാധീനം ഇത്രമാത്രം ഉണ്ടായി. സ്വതന്ത്രമായതിനു ശേഷം അയാൾ തിരിച്ചു പോകുന്നത് നിരാകരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ മുസ്ലിമായിക്കൊണ്ട് അങ്ങയുടെ സംഘത്തിൽ ഉൾപ്പെടുകയും ചെയ്തു. അങ്ങനെ അവസാനം ബിഅ്ർ മഊന സംഭവത്തിൽ ഷഹീദാകുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് ഹക്കം ബിൻ കിസാൻ എന്നായിരുന്നു. അക്രമത്തിലൂടെ നിർബന്ധപൂർവമാണ് മുസ്ലിങ്ങളാക്കിയിരുന്നുവെങ്കിൽ ഈ വിധത്തിൽ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കപ്പെടുമായിരുന്നില്ല. ഹസ്രത്ത് അബൂ ഹുദൈഫയെ കുറിച്ച് ഇപ്രകാരം വരുന്നു, ബദർ യുദ്ധ ദിവസം അദ്ദേഹം തന്റെ പിതാവിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് നിന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മുസ്ലിമായിരുന്നില്ല, നിഷേധികളുടെ കൂടെ വന്നതായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അതിൽ നിന്ന് തടയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ ഉപേക്ഷിക്കുക, മറ്റാരെങ്കിലും അദ്ദേഹത്തെ വധിക്കുന്നതായിരിക്കും, മറ്റാരെങ്കിലും അദ്ദേഹം യുദ്ധം ചെയ്യട്ടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവ്, പിതൃവ്യൻ, സഹോദരൻ, സഹോദരപുത്രൻ എന്നിവർ എല്ലാവരും തന്നെ വധിക്കപ്പെടുകയുണ്ടായി. ബദറിൽ അദ്ദേഹം ഹദ്റത്ത് ഹുസൈഫ വളരെയധികം ക്ഷമ പ്രകടിപ്പിക്കുകയും സഹനം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തനാവുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു നൽകിയ ആ വിജയത്തിന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതൊന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹു വെളിപ്പെടുത്തിയത്. ഈ സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു നിവേദനം കാണാം. ഹദ്റത്ത് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്നു, ബദറിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരാണോ അബ്ബാസുമായി ഏറ്റുമുട്ടുന്നത് അദ്ദേഹത്തെ വധിക്കരുത്. കാരണം അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ പുറപ്പെട്ടിട്ടുള്ളതാണ്. തടവിലാക്കിക്കൊള്ളുക, അദ്ദേഹത്തെ വധിക്കരുത്. അപ്പോൾ ഹദ്റത്ത് അബൂ ഹുദൈഫ പറയുകയുണ്ടായി,
അദ്ദേഹത്തിന്റെ അടുത്ത് ആരോ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല, മറിച്ച് തന്റെ ഏതോ സുഹൃത്തിനോട് പറഞ്ഞു, നാം നമ്മുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും ബന്ധുക്കളെയും വധിക്കുകയും അബ്ബാസിനെ വെറുതെ വിടുകയും ചെയ്യുക എന്നോ? ഇതെന്താണ്? അള്ളാഹുവാണ് സത്യം, ഞാൻ തീർച്ചയായും അദ്ദേഹത്തിന്റെ മേൽ വാൾ വീശുന്നതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ഈ കാര്യം എത്തിയപ്പോൾ ഹദ്റത്ത് ഉമറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബാ ഹഫദ്, അബു ഹഫ്സ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവ്യന്റെ മുഖത്ത് വാളുകൊണ്ട് മുറിവാക്കുമെന്നോ? ഹദ്റത്ത് ഉമർ പറയുന്നു, ഇത് ആദ്യത്തെ അവസരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അബു ഹഫ്സ് എന്ന സ്ഥാനനാമം നൽകുകയുണ്ടായി. ഹദ്റത്ത് ഉമർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് അനുവാദം നൽകിയാലും ഞാൻ വാൾ കൊണ്ട് അദ്ദേഹത്തിന്റെ തലയെടുക്കട്ടെ. അള്ളാഹുവാണ് സത്യം, അയാളിൽ കാപട്യം കാണുന്നു. ആരാണോ ഇത് ഇങ്ങനെ പറഞ്ഞത്? ഹദ്റത്ത് അബൂ ഹുദൈഫ പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കേണ്ട, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഹദ്റത്ത് അബൂ ഹുദൈഫ പറയുമായിരുന്നു, ഞാൻ ഈ കാര്യം മൂലമുണ്ടായ കുഴപ്പത്തിൽ അത് ഏതൊന്നാണോ ഞാൻ ആ ദിവസം പറഞ്ഞത്, അതിന്റെ കുറിച്ചുള്ള ചിന്ത എനിക്കുണ്ടായി. ഞാൻ വളരെ തെറ്റായ കാര്യമാണ് പറഞ്ഞത്, എനിക്കൊരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, അത് മുഖേന എനിക്കൊരിക്കലും സമാധാനം ഉണ്ടായില്ല. എപ്പോഴും ഞാൻ ഇത് കൊണ്ട് ഭയപ്പെടുന്നതായിരിക്കും, ഏതുവരെ ഷഹാദത്തിന്റെ മരണം അതിന്റെ കുഴപ്പത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നില്ലയോ, ഞാൻ ഇസ്ലാമിനു വേണ്ടി ഷഹീദാകും, അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതായിരിക്കും അതിന്റെ ഷെറിൽ നിന്ന് ഞാൻ സുരക്ഷിതനായി എന്ന്. ഏതൊരു കാര്യമാണോ ഞാൻ പറഞ്ഞത്. റാവി പറയുന്നു, യമാമ യുദ്ധ ദിവസം അദ്ദേഹത്തിന് ഷഹാദത്ത് ലഭിക്കുകയുണ്ടായി. ഒരു കാര്യം ഒരു ആവേശം കൊണ്ട് വായിൽ നിന്ന് പുറത്തു വന്നു, എന്നാൽ അതിനെക്കുറിച്ച് ഭയമുണ്ടായി. മുഴുവൻ ജീവിതവും അതിനെക്കുറിച്ചുള്ള ഭയമുണ്ടായി. ഏതുവരെ എന്നാൽ അങ്ങയുടെ ഷഹാദത്ത് നടക്കുകയുണ്ടായി. ഹദ്റത്ത് ആയിഷയിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളിൽ വധിക്കപ്പെട്ട ആളുകളെ ഒരു കിണറിൽ ഇടാൻ വേണ്ടി പറയുകയുണ്ടായി. അതിൽ അവരെ വലിച്ച് എറിയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് നിന്നുകൊണ്ട് പറയുകയുണ്ടായി, അല്ലയോ കിണറ്റിന്റെ ആളുകളെ, നിങ്ങൾ ആ വാഗ്ദാനം സത്യമായി കണ്ടില്ലേ? ഏതൊന്നാണോ നിങ്ങളുടെ നാഥൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് നിങ്ങളുടെ ബിംബങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, നിശ്ചയമായും ഞാൻ സത്യമായിട്ടും ആ വാഗ്ദാനം വച്ചു എന്തൊന്നാണ് എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അഥവാ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഉദ്ദേശം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞ ആ വാഗ്ദാനം പൂർത്തിയായതായി നിങ്ങൾ കാണുന്നില്ലേ? ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ അള്ളാഹു എന്നോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയായതായി കാണുന്നു. അതായത് നിങ്ങൾക്ക് ശിക്ഷ നൽകുന്നതായിരിക്കും, വിജയം ലഭിക്കുന്നതായിരിക്കും, താങ്കളുടെ മേൽ ഒരിക്കലും അവർക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, മരിച്ചവരോടാണ് താങ്കൾ അഭിസംബോധന ചെയ്യുന്നത്? അവിടുന്ന് പറഞ്ഞു, നിശ്ചയമായും അവർക്കറിയാം നിങ്ങളുടെ നാഥൻ എന്താണോ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് അവരെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഹദ്റത്ത് അബൂ ഹുറൈഫയുടെ മുഖത്ത് നിന്ന് അനിഷ്ടകരത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ പിതാവിനെയും ആ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അവിടുന്ന് അദ്ദേഹത്തോട് പറയണ്ടേ, ഓ അബൂ ഹുദൈഫ, അള്ളാഹു ആണ് സത്യം, നിന്റെ പിതാവിനോട് ചെയ്യുന്ന പെരുമാറ്റം താങ്കൾക്ക് മോശമായി തോന്നുന്നുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത് ചോദിച്ചു. ഹദ്റത്ത് അബൂ ഹുദൈഫ പറഞ്ഞു, അതോ അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിനെയും കുറിച്ച് ഒരുവിധത്തിലുള്ള സംശയവുമില്ല. എന്നാൽ എന്റെ പിതാവ് വളരെ അനുകമ്പയുള്ള ആളും നല്ല അഭിപ്രായം പറയുന്ന ആളുമായിരുന്നു. എന്റെ ചിന്തയായിരുന്നു, എന്തൊന്നാണോ അദ്ദേഹം ശരിയായി മനസ്സിലാക്കിയിരുന്നത് അത് ശരിയായി തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. ഒരു തെറ്റായ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നു അള്ളാഹു അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകണം എന്ന്. എന്നാൽ ഞാൻ കാണുന്നു അത് ഇപ്പോൾ സാധ്യമല്ല എന്ന്. അദ്ദേഹത്തിന്റെ പര്യവസാനം എന്താണോ ആകേണ്ടത് ആ പര്യവസാനം ആവുകയും ചെയ്തു. ഈ കാര്യം എന്നെ വളരെയധികം ദുഃഖിപ്പിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുദൈഫക്ക് വേണ്ടി ദുആ ചെയ്യുക, അദ്ദേഹത്തിന് നന്മ കാംക്ഷിച്ചുകൊണ്ട് ദുആ ചെയ്യുകയുണ്ടായി. ഹദ്റത്ത് അബൂ ഹുദൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കാനുള്ള തൗഫീക്ക് അദ്ദേഹത്തിന് ലഭിച്ചു. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ
യമാമ യുദ്ധത്തിൽ 53-ാമത്തെയോ 54-ാമത്തെയോ വയസ്സിൽ ഷഹീദാവുകയും ചെയ്തു. ഇനി ഞാൻ ഒരു സ്മരണ നടത്തുന്നതാണ് നമ്മുടെ ജമാഅത്തിലെ ഒരു ദീർഘകാല സേവകനെ കുറിച്ച്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വഫാത്തായി. പ്രൊഫസർ സൗദ് അഹമ്മദ് ഖാൻ സാഹിബ് ദഹ്ലവി. ഇദ്ദേഹം ജനുവരി 21-ന് ദൈവനിശ്ചയപ്രകാരം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഹസ്രത്ത് മുഹമ്മദ് ഹസൻ ദഹ്ലവി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളിൽപ്പെട്ട ആളായിരുന്നു. അതുപോലെ തന്നെ അങ്ങയുടെ പിതാമഹൻ ഹസ്രത്ത് മഹ്മൂദ് ഹസൻ ഖാൻ സാഹിബ് മുദരിസ് പട്യാലയും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം തന്റെ 313 സഹാബാക്കളുടെ ലിസ്റ്റിൽ 301-ാമത്തെ നമ്പറായി അങ്ങയുടെ പേര് പ്രകാരം എഴുതിയിരിക്കുന്നു. മൗലവി മഹ്മൂദ് ഹസൻ ഖാൻ സാഹിബ് മുദരിസ് ഉദ്യോഗസ്ഥൻ പട്യാല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥം സിറാജെ മുനീറിൽ അതിഥി മന്ദിര നിർമ്മാണത്തിൽ ലഭിച്ച ചന്തയുടെ ലിസ്റ്റ് എന്ന ഹെഡിംഗിൽ അദ്ദേഹത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്. മൗലവി മഹ്മൂദ് ഹസൻ ഖാൻ സാഹിബ് പട്യാല. പ്രൊഫസർ സൗദ് ഖാൻ സാഹിബിന്റെ പിതാവ് ഹസ്രത്ത് മുഹമ്മദ് അഹ്സൻ സാഹിബ് ആസാൻ ദഹ്ലവി. അദ്ദേഹത്തിന്റെ പ്രായം 10-12 വയസ്സ് ആയപ്പോൾ അദ്ദേഹത്തിന് ഖുത്ബ ഇൽഹാമിയയുടെ അവസരത്തിൽ കാദിയാനിൽ ചെന്ന് ആ മഹത്തായ അടയാളം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാനുള്ള തൗഫീക്ക് ലഭിച്ചു. പ്രൊഫസർ സൗദ് ഖാൻ സാഹിബ് ഏപ്രിൽ 1945-ൽ വഖഫ് ചെയ്തു. അദ്ദേഹം അലിഗഡിൽ നിന്ന് ഫാർസിയിൽ BA ഓണേഴ്സ് ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരന്മാരുടെ വഖഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു 1955-ൽ ഒരു ഖുത്ബ ജുമയിൽ പറയുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നു മാസ്റ്റർ മുഹമ്മദ് ഹസൻ ആസാൻ സാഹിബ് അത്തരത്തിലുള്ള ഒരു മാതൃക കാണിച്ചു. അത് പ്രശംസനീയമാണ്. അദ്ദേഹം ഒരു സാധാരണ അധ്യാപകനായിരുന്നു. ഒരു ദരിദ്രനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം പട്ടിണി കിടന്നാണ് തന്റെ മക്കളെ പഠിപ്പിച്ചത്. അവരെ ഗ്രാജുവേറ്റ് ആക്കി. പിന്നീട് 7 ആൺമക്കളിൽ 4 ആൺമക്കളെ ജമാഅത്തിനെ ഏൽപ്പിച്ചു. ഇപ്പോൾ അവർ 4 പേരും ദീനീ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം എല്ലാവരും തന്നെ ഇത്രമാത്രം ഇഖ്ലാസോടുകൂടിയാണ് ദീനീ സേവനം ചെയ്യുന്നത്. ഏതൊന്നാണോ വഖഫിന്റെ കടമയായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഈ കുട്ടികൾ വഖഫ് ആയിരുന്നില്ല എങ്കിൽ 7 പേരും ചേർന്ന് ഒരുപക്ഷെ 10-20 വർഷം കൊണ്ട് തങ്ങളുടെ പിതാവിന്റെ പേര് പ്രകാശിതമാക്കുമായിരുന്നു. പറയുമായിരുന്നു, ഞങ്ങളുടെ പിതാവ് വലിയ നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ എന്റെ ഈ ഖുത്ബ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ, ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയാണ്, എന്റെ ഈ ഖുത്ബ പ്രസിദ്ധീകരിക്കപ്പെടുമ്പോൾ ലക്ഷക്കണക്കിന് അഹമ്മദികൾ മുഹമ്മദ് അഹ്സൻ ആസാൻ സാഹിബിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രശംസിക്കും. പറയും, എത്രമാത്രം ധൈര്യവാനായ അഹമ്മദിയായിരുന്നു അദ്ദേഹം. ദരിദ്രനായിരുന്നിട്ടും തന്റെ 7 മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം നൽകി. പിന്നീട് അതിൽ 4 പേരെ ജമാഅത്തിനെ ഏൽപ്പിച്ചു, അതായത് വഖഫ് ചെയ്തു. പിന്നീട് ആ മക്കളും ഇപ്രകാരം നന്മ നിറഞ്ഞവരായിത്തീർന്നു. അവർ സന്തോഷത്തോടുകൂടി തങ്ങളുടെ പിതാവിന്റെ ത്യാഗത്തെ സ്വീകരിച്ചു. തങ്ങളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ചേർന്നു നിന്നു. ജൂൺ 1940 മുതൽ ഒക്ടോബർ 1949 വരെ സൗദ് ഖാൻ സാഹിബ് കാദിയാൻ താലീമുൽ ഇസ്ലാം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 1949 ഒക്ടോബറിൽ ഏതാനും മാസത്തേക്ക് ജാമിയ അഹമ്മദിയയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായി അധ്യാപനം നടത്തി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു 1950 അദ്ദേഹത്തെ പടിഞ്ഞാറൻ ആഫ്രിക്ക ഘാനയിൽ ദീനീ സേവനത്തിനായി അയച്ചു. അദ്ദേഹം അഹമ്മദിയ സെക്കൻഡറി സ്കൂൾ ഘാനയുടെ ആദ്യത്തെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നു. അതിനായി ഏപ്രിൽ 30, 1950 അദ്ദേഹം കറാച്ചിയിൽ നിന്ന് പുറപ്പെട്ടു. ജൂൺ 30 കമാസിയിൽ എത്തി. അതായത് മെയ് ജൂൺ 2 മാസം കൊണ്ട് യാത്ര ചെയ്താണ് എത്തിയത്. ഇന്ന് നാം 5-6 മണിക്കൂറുകൾ കൊണ്ട് അവിടെ എത്തുന്നു. ജൂലൈ 1 മുതൽ അഹമ്മദിയ സെക്കൻഡറി സ്കൂൾ കമാസിയിൽ അധ്യാപനം നടത്തി. അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ഇർഫാൻ ഖാൻ എഴുതുന്നു. അങ്ങയുടെ ആദ്യത്തെ നിയമനത്തിൽ റബോയിൽ നിന്ന് ഖാനിലേക്ക് പുറപ്പെട്ടു. 3 മാസത്തെ അങ്ങേയറ്റം പ്രയാസകരമായ യാത്രയ്ക്ക് ശേഷം ഏകദേശം 2 മാസമാണ് കമാസിയിൽ എത്തി. ആ കാലഘട്ടത്തിൽ കപ്പലിലാണ് യാത്ര പൂർത്തിയാക്കിയിരുന്നത്. വിമാനമാർഗമല്ല, മറിച്ച് കപ്പലിലായിരുന്നു. അത് മാറി മാറി യാത്ര ചെയ്താണ് പോയിരുന്നത്. അങ്ങനെ അദ്ദേഹം കറാച്ചിയിൽ നിന്ന് അദനിലേക്ക് പുറപ്പെട്ടു. 160 രൂപക്ക് ഭക്ഷണമില്ലാത്ത ടിക്കറ്റ് സമ്പാദിച്ചു. അദനിൽ നിന്ന് ഘാന വരെ അദ്ദേഹം കപ്പൽ കൂടാതെ ബസ്സിലും ട്രക്കിലും വിമാനത്തിലും യാത്ര ചെയ്ത് നൈജീരിയ വരെ എത്തി. നൈജീരിയ വരെ എത്തുന്നതിനായി വിമാനത്തിന്റെ 55 പൗണ്ട് ടിക്കറ്റ് വാങ്ങിക്കുന്നതിനായി അവിടുന്ന് തന്റെ ട്രങ്കും മറ്റു വസ്തുക്കളും വിൽക്കുകയുണ്ടായി. തന്റെ സാധനങ്ങൾ ഒരു പുതപ്പിൽ കെട്ടി. പിന്നീട് നൈജീരിയ മിഷൻ ഹൌസ് അദ്ദേഹത്തിന് ഘാന വരെയുള്ള ബസ് ടിക്കറ്റ് നൽകുകയുണ്ടായി. നൈജീരിയയിൽ എത്തുന്നതിന് വേണ്ടി കുറച്ച് വിമാനത്തിലും യാത്ര ചെയ്തു. അത് അദ്ദേഹം തന്റെ സാധനങ്ങൾ വിറ്റാണ് നേടിയത്. പിന്നീട് നൈജീരിയയിൽ നിന്ന് ബസ്സിലാണ് യാത്ര ചെയ്തത് ഘാന വരെ. 1950 പടിഞ്ഞാറ് കിഴക്ക് ആഫ്രിക്കയിലേക്കും ഹോളണ്ടിലേക്കും 8 മുബല്ലിഗീൻ അഹമ്മദിയത്തിന്
അഹമ്മദിയത്തിന്റെ പുറപ്പെടലിനെ കുറിച്ച് അഹമ്മദിയ ചരിത്രത്തിൽ അങ്ങയുടെ പേര് ഒന്നാമതാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഒന്നാമത്തെ നമ്പറിൽ സൗദ് അഹമ്മദ് ഖാൻ സാഹിബ് ലാഹോറിൽ നിന്ന് പുറപ്പെട്ടു 25 അമാൻ മാസം 1329 ഹിജ്രി ഖാനയിലേക്ക്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് 1958 പാകിസ്ഥാനിലേക്ക് തിരിച്ചു വന്നു. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചരിത്രത്തിൽ MA എടുത്തു. ഇതിനിടയ്ക്ക് അങ്ങയുടെ പിതാവ് ഹിസ്റ്ററിയിൽ MA അദ്ദേഹം പിന്നീടാണ് എടുത്തിട്ടുള്ളത്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹസൻ ആസാൻ ദഹ്ലവി സാഹിബ് ഓഗസ്റ്റ് 1955 വഫാത്തായി. അദ്ദേഹം അപ്പോൾ ഖാനയിൽ തന്നെയായിരുന്നു. അവിടെ വെച്ചാണ് വഫാത്തായത്. 1961 തിരിച്ച് ഖാനയിൽ തന്നെ അദ്ദേഹത്തെ നിയോഗിച്ചു. അവിടെ അദ്ദേഹത്തിന് വീണ്ടും പൂർണ്ണമായ നിലയിൽ 1968 വരെ ദീനീ സേവനം അനുഷ്ഠിക്കാനുള്ള അവസരം ലഭിച്ചു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അനുമതിയോടുകൂടി ഹുസൂറിന്റെ യൂറോപ്യൻ യാത്രക്കിടക്ക് മസ്ജിദ് മുബാറക് റബോയിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരു മജ്ലിസ് തൽക്കീനെ അമൽ രൂപീകരിച്ചു. അതിന്റെ കീഴിൽ ദിവസവും 15 മിനിറ്റ് ഒരു തർബിയത്തി പ്രസംഗം നടക്കുമായിരുന്നു. ഈ പരിപാടിയുടെ തുടക്കം ജൂലൈ മുതലാണ് തുടങ്ങിയത്. വളരെ താല്പര്യത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരുന്നത്. വൈജ്ഞാനിക സദസ്സായിരുന്നു. ഈ സദസ്സിൽ ഏതെല്ലാം മഹത്വാക്കളും ജമാഅത്തി പണ്ഡിതന്മാരുടെയും പ്രസംഗങ്ങളാണോ നടന്നിരുന്നത് അതിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ജൽസ സാലാനയുടെ അവസരത്തിൽ പ്രസംഗങ്ങളുടെ തർജമ സംവിധാനം ഉണ്ടായപ്പോൾ അങ്ങേക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ പ്രസംഗങ്ങൾ ഇംഗ്ലീഷിൽ തർജമ ചെയ്യാൻ അവസരം ലഭിച്ചു. റബോയിലെ അവസാന ജൽസ വരെ അദ്ദേഹം ഈ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരുന്നു. പ്രൊഫസർ സൗദ് ഖാൻ സാഹിബ് ദഹ്ലവിയുടെ ശിഷ്യന്മാരിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ആദം സാഹിബ്, ഖാന DK ആഡു സാഹിബ്, അദ്ദേഹം ഇവിടെയായിരുന്നു. ഇവരെല്ലാം ഉൾപ്പെടുന്നു. 1968 പാകിസ്ഥാനിൽ തിരിച്ചു വന്നതിനു ശേഷം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പ്രൊഫസർ സൗദ് അഹമ്മദ് ഖാൻ സാഹിബ് ദഹ്ലവിയെ തലീം ഇസ്ലാം കോളേജിൽ 1969 അധ്യാപനത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല പ്രൊഫസർ സൗദ് ഖാൻ സാഹിബിനെ ജാമിയ അഹമ്മദിയയിൽ 1 വർഷത്തേക്ക് ഇംഗ്ലീഷ് അധ്യാപകനായി നിയമിച്ചു. അങ്ങയുടെ നിയമനം ജാമിയ അഹമ്മദിയയിൽ ആയപ്പോൾ അദ്ദേഹം തലീമുൽ ഇസ്ലാം സ്കൂളിൽ ആ സമയത്തും പ്രൊഫസറായി ജോലി ചെയ്യാൻ തൗഫീക്ക് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം മാർച്ച് 1987 ജാമിയ അഹമ്മദിയയിൽ ഡ്യൂട്ടി ആരംഭിച്ചു. 1 വർഷം വരെ ഈ സേവനം ചെയ്തുകൊണ്ടിരുന്നു. പ്രൊഫസർ സൗദ് ഖാൻ സാഹിബ് ദഹ്ലവിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ മസൂദ് ഖാൻ സാഹിബ് ദഹ്ലവി, അദ്ദേഹം എഡിറ്റർ അൽ ഫസലുമായിരുന്നു. ഏതാനും കാലമായി അദ്ദേഹം വഫാത്തായി വർഷമായി. അദ്ദേഹം പ്രകാരം പറയുമായിരുന്നു, അദ്ദേഹം സഹോദരൻ സൗദ് അഹമ്മദ് ഖാൻ മൊബൈൽ ലൈബ്രറിയാണ്. വലിയ അറിവായിരുന്നു, വൈജ്ഞാനിക വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ റാഷിദ സാഹിബ് എഴുതുന്നു, എന്റെ പിതാവിന്റെ ഹൃദയം അങ്ങേയറ്റം അനുകമ്പ നിറഞ്ഞതും അങ്ങേയറ്റത്തെ വിനയാന്വിതനും നല്ല അറിവുള്ള പണ്ഡിതനും ആയിരുന്നു. അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുന്ന തഹജ്ജുദ് അനുഷ്ഠിക്കുന്ന മഹാത്മാവായിരുന്നു. അതിഥികളെ വളരെയധികം ബഹുമാനിക്കുമായിരുന്നു. മധ്യനില കൈക്കൊള്ളുന്ന ആളായിരുന്നു. ഇത് യാഥാർത്ഥ്യമാണ്. എന്തൊന്നാണ് ഇവരെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ നഫീസ് അഹമ്മദ് അത്തീഖ്, അദ്ദേഹം ജമാഅത്തിന്റെ മുറബിയാണ്, എഴുതുന്നു, അങ്ങേയറ്റം വിനയാന്വിതനായിരുന്നു, മുത്തക്കിയായിരുന്നു, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളായിരുന്നു, ഒരു സാധാരണ പ്രകൃതക്കാരനായ നല്ല മനുഷ്യനായിരുന്നു. അങ്ങയുടെ ആത്മാർത്ഥതയും ദീനീ സേവനത്തിലുള്ള താല്പര്യം എല്ലാ വഖഫിനന്ദികൾക്കും ഒരു മാതൃകയായിരുന്നു. ഈ മുറബി സാഹിബ് ഒരിക്കൽ വിനീതനോട് പറയുകയുണ്ടായി, വസ്ത്രവും മറ്റു സൗകര്യങ്ങളും ആവശ്യാനുസരണമാണ് ഉപയോഗിക്കേണ്ടത്. ഫാഷനും കാണിച്ചുകൂട്ടലും സൗകര്യങ്ങളോടുള്ള ആരാധനയും വഖഫ് സിന്ദഗികൾക്ക് അഭികാമ്യമല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലജ്ജയുടെ വശം വളരെയധികം പ്രത്യേകമായ നിലയിൽ ഉണ്ടായിരുന്നു. സൗദ് ഖാൻ സാഹിബിന്റെ ശിഷ്യൻ IK യാസി സാഹിബ് എഴുതുന്നു, ഇദ്ദേഹം ഒരു ഖാനിയനാണ്. സൗദ് സാഹിബ് 1950 മുതൽ 55 വരെ തലീമുൽ ഇസ്ലാം സെക്കൻഡറി സ്കൂളിൽ അതിന്റെ പ്രാരംഭകാര്യത്തിൽ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ അഥവാ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്നു. ഡോക്ടർ SP അഹമ്മദ് സാഹിബ് അതിന്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. സൗദ് സാഹിബ് ഇംഗ്ലീഷ് ഭാഷയും ഇംഗ്ലീഷ് ചരിത്രവും യൂറോപ്യൻ ചരിത്രവും വളരെ അധ്വാനത്തോടുകൂടി പഠിപ്പിക്കുന്ന ഉന്നതനായ പണ്ഡിതനായിരുന്നു. ഇദ്ദേഹം ആണ് അവർക്കത് പഠിപ്പിച്ചിരുന്നത്. വീണ്ടും എഴുതുന്ന ഖാനിയൻ സുഹൃത്ത്, ഏതുവരെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വാചകങ്ങളെ അവലോകനം ചെയ്യുന്ന രീതി, ഇതിൽ അദ്ദേഹത്തെ പോലെ മറ്റൊരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പറയുന്നു, എന്റെ ഭാഷ മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. മുബഷിർ അയാസ് സാഹിബ് പ്രിൻസിപ്പൽ ജാമിയ അഹമ്മദിയ റബുവ സീനിയർ സെക്ഷൻ എഴുതുന്നു, പ്രൊഫസർ സൗദ് ഖാൻ സാഹിബ് വളരെ വിനയാന്വിതനായ മഹാത്മാവും ജമാഅത്തിന്റെ പണ്ഡിതനുമായിരുന്നു. ഇദ്ദേഹം ജാമിയ അഹമ്മദിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഞങ്ങളും വിദ്യാർത്ഥികളായിരുന്നു. ജാമ്യയുടെ അവസാന വർഷം വരെ എപ്പോഴും സമയത്ത് ക്ലാസ്സിൽ വരികയും പീരീഡ് അവസാനിക്കുന്നത് വരെ
അവസാന മിനിറ്റ് വരെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വിദ്യാർത്ഥികൾ ചില സമയത്ത് സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു, അതും ഇതും പറഞ്ഞുകൊണ്ട് പഠനം നടക്കാതിരിക്കാൻ. എന്നാൽ അദ്ദേഹം ശക്തി ചെലുത്താതെ, ശകാരിക്കാതെ വളരെ ഉന്നതമായ രീതിയിൽ അവരുടെ സംസാരം ഒഴിവാക്കുകയും പഠനം തുടരുകയും ചെയ്യുമായിരുന്നു. എഴുതുന്നു, ഞാനൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വഖഫെ ജിന്ദഗി വിദ്യാർത്ഥികളോട് വലിയ ആദരവുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഏതെങ്കിലും ആളെ അല്പം കഠിനമായി താക്കീത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയുടെ ആത്മാഭിമാനത്തെയും സ്ഥാനത്തെയും മുന്നിൽ വെക്കുമായിരുന്നു. വീണ്ടും എഴുതുന്നു, MTA പ്രാരംഭ കാലഘട്ടത്തിൽ വിവിധ പരിപാടികൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗദ് ഖാൻ സാഹിബ് സീറത്തു നബി പരിപാടി റെക്കോർഡ് ചെയ്തു. അദ്ദേഹം വാർദ്ധക്യത്തിലായിരുന്നു. എന്നാൽ എല്ലാ പരിപാടിയും വളരെ അധ്വാനത്തോടുകൂടി സ്വയം തയ്യാറാക്കുകയും ഞങ്ങൾക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കി നൽകുകയും ചെയ്യുമായിരുന്നു. എല്ലാ ചോദ്യവും സ്വയം തന്റെ കൈകൾ കൊണ്ട് തന്നെ എഴുതുകയും ചെയ്യുമായിരുന്നു. പറയുന്നു, ചിലപ്പോൾ അന്തരീക്ഷം അല്പസ്വല്പം ചൂടും തണുപ്പുമുള്ളതായി മാറും. ചില പരിപാടികൾ തയ്യാറാക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരമുണ്ട്, അങ്ങനെ ചെയ്യേണ്ടതല്ല, ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നാൽ ഇത്രമാത്രം അനുകമ്പ വിനയവും ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിൽ ഒരിക്കലും ചുളിവുണ്ടാകുമായിരുന്നില്ല. അഥവാ ആരെങ്കിലും ഒരു കൈപ്പുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ചെവിയിൽ അത് പതിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ നിൽക്കുമായിരുന്നു. ചെറിയ പുഞ്ചിരിയോടുകൂടി വളരെ എളുപ്പത്തിൽ എവിടെയാണോ പ്രോഗ്രാം നിന്നത് അവിടെ നിന്ന് രണ്ടാമതും പ്രോഗ്രാം ചെയ്യിപ്പിക്കുമായിരുന്നു. പ്രൊഫസർ മസൂദ് ഖാൻ സാഹിബിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അയൽവാസി ഫസൽ ഇലാഹി മലിക് സാഹിബ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത്തരത്തിലുള്ള അയൽവാസികൾ എല്ലാവർക്കും ലഭിക്കുകയില്ല. വളരെ സാധാരണ പ്രകൃതമുള്ള വിനയാന്വിതനായ പണ്ഡിതനായ ആളായിരുന്നു. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ ഒരു മകൾ, 2 ആൺമക്കളും ഉണ്ട്. അദ്ദേഹത്തിന് ഒരു മകൻ സഅദ് സഊദ് സാഹിബ് UK-യിൽ ഒരു ജമാഅത്തിന്റെ സദറായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് മുമ്പും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ നന്മകൾ ഇതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. ഖിലാഫത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും ബന്ധമായിരുന്നു എന്നല്ല, അതിൽ അസാധാരണമായ നിലവാരത്തിലായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കൾക്കും തലമുറകൾക്കും ഖിലാഫത്തും ജമാഅത്തുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.